കഴിഞ്ഞ ദിവസം പരാമർശം നടത്തിയത് മേയറുടെ രാജി വേണ്ട, മാപ്പ് പറഞ്ഞാൽ മതി. മേയർ വളരെ പ്രായം കുറഞ്ഞ കുട്ടിയാണ്, ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ഉപദേശിക്കണം എന്നൊക്കെ ഒരു പരാമർശത്തിന്റെ ഭാഗത്തുണ്ട്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ശരിയായിരിക്കാം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ സുധാകരൻ സാറിന്റെ അത്ര ബുദ്ധിയൊന്നുള്ള ആളല്ല ഞാൻ. ആക്രമണത്തിനും പല കേസിലുമൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള സമീപനവും അദ്ദേഹത്തിന്റെ ഗൂഢാലോചനയൊക്കെ നമ്മൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ആളാണ് ഞാൻ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അത്ര ക്രൂരമായ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ എന്നെനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നോമൊക്കെയാണ് ഇപ്പൊ തന്നെ കെട്ടുമ്പാടോ മുറുക്കി സ്ഥലം വിട്ടേനെ അറിയോ എനിക്ക്. ആവശ്യത്തിന് ബുദ്ധി, ഒരു മനുഷ്യന് ആവശ്യമായ ബുദ്ധി, സാധാരണ മനുഷ്യന് ആവശ്യമായ ബുദ്ധി എനിക്ക് ഉണ്ടാകും, അതിലൊരു സംശയമില്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേത്, ഉടുമ്പ് പിടിച്ചതുപോലെയാണ് ഈ പണ്ടാറ എന്നെ പിടിച്ചേക്കുന്നത്. കാരണം ഞാൻ പരീക്ഷകളും പഠനവും ഒക്കെ കഴിഞ്ഞ് പഠനത്തിന്റെ ഭാഗമായി കൂടി മുന്നിലോട്ട് പോകുന്ന ഒരാളാണ്. എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ ആ തരത്തിലേക്കുള്ള ഒരു ചോദ്യം തന്നെ അത് നമ്മളൊരു ആക്ഷേപത്തിന്റെ ഭാഗമായി അദ്ദേഹം ചോദിച്ചതായി. ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. പ്രതിഷേധം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നില്ല. പക്ഷേ അവര് കണ്ടത് മുഴുവൻ ആരൊക്കെയോ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിലോ. എനിക്കൊരു പ്രതിസന്ധി. ഒരു കാര്യം മനസ്സിലായി. രസകരമായ കാര്യം, ഇവിടെ സമരം ചെയ്യുന്ന ആളുകളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മേയർ രാജിവെക്കുക എന്നാണ്. എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. വാർഡിൽ കാര്യങ്ങൾ നടത്താൻ കപ്പപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ള രസകരമായ ഭാഗം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു, പല കത്തുകളും ഇവിടെ ഒപ്പിട്ട് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വാർഡിൽ ഞങ്ങൾക്ക് സേവനം വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ വാർഡിലെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ പറയണ്ടേ? അപ്പോ ഇത്തരം കാര്യങ്ങൾ വ്യാജമായി ജനങ്ങളുടെ മുന്നിൽ പറയുകയും അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ